അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇപ്പോൾ രാജസ്ഥാൻ ഹരിയാന മാത്രം ആണ് പുറത്തേക്ക് വന്നിരിക്കുന്ന വിവരങ്ങൾ. 2019 ശക്തമായ മത്സരം ഇവിടെ BJP നേരിടേണ്ടി വരുമെന്നുള്ളതാണ് അവരുടെ തന്നെ ആഭ്യന്തര സർവേയിൽ പറയുന്നത്. ഹരിയാനയിലെ 5ഉം രാജസ്ഥാനിലെ 8ഉം ഇടങ്ങളിലാണ് ഈ കടുത്ത മത്സരം ഉണ്ടാകുക എന്ന് പറയുന്നു. അതൊരു പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ജാട്ട് നേതാക്കളെ അവഗണിച്ചു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം. 2022 അഗ്നിപത് പ്രകാരം ഏറ്റവും അധികം റിക്രൂട്ട്മെന്റ് നടക്കുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പോൾ അതും അവിടെ തിരിച്ചടിക്ക് കാരണമാകുമെന്നുള്ള വിലയിരുത്തലുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വരുത്തരായ നേതാക്കൾക്ക് കൂടുതൽ സ്ഥാനങ്ങൾ നൽകി അല്ലെങ്കിൽ ഇവ സ്ഥാനാർത്ഥികളാക്കിക്കൊണ്ട് അവിടെയുള്ള പ്രാദേശിക നേതാക്കളെ അവഗണിക്കുന്നു എന്നുള്ള വിലയിരുത്തൽ. അപ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നമാണെന്ന് കണ്ടെത്തുകയും ഉടനെ പരിഹാര മാർഗങ്ങളിലേക്ക് കടക്കുകയാണ് BJP. എന്താണ് CPM-ന്റെ വിലയിരുത്തൽ? ഇവിടെ 2 ദിവസം മുമ്പ് രാജ്യം ഗൗരവത്തോടെ ചർച്ച ചെയ്ത CSDS ലോകനീതി സർവേ റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു സർവേ ആയിട്ട് തെരഞ്ഞെടുപ്പിന് മുൻപും അതിനുശേഷവും മുൻപ് തെരഞ്ഞെടുപ്പ് കാലങ്ങളിലെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗിക്കുന്ന ഡേറ്റാസും അതിൻ്റെ ഡേറ്റ ശേഖരണ രീതിയുമെല്ലാം എല്ലാ തലത്തിലും അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെടുന്നത് വിലക്കയറ്റം, തൊഴിലില്ലായ്മ, വികസനം, അതുപോലെ അഴിമതി. 71% വോട്ടർമാരും ചർച്ച ചെയ്യുന്നത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും വികസനവും അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണ് എന്നതാണ് ആ സർവേയുടെ റിപ്പോർട്ട് പുറത്തു വന്നത്. അതോടൊപ്പം തന്നെ BJP വലിയ പ്രാധാന്യത്തോടെ എടുത്തു കാണിക്കുന്ന പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 10-ൽ താഴെ ശതമാനം ആളുകൾ മാത്രമാണ് അതിൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് വരുന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്നതിൻ്റെ ഏറ്റവും ഒരു ആധികാരികമായിട്ടുള്ള രേഖ എന്ന് വേണം ഈ സർവേയെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അഴിമതി ചർച്ച ചെയ്യുന്നു, വിലക്കയറ്റം ചർച്ച ചെയ്യുന്നു, തൊഴിലില്ലായ്മ ചർച്ച ചെയ്യുന്നു, അതുപോലെ രാജ്യത്തിന്റെ വികസനവും ചർച്ച ചെയ്യുന്നു. നമുക്കറിയാം, തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായ നാളുകളിലൂടെ ഈ രാജ്യം കടന്നു പോവുകയാണ്. 45 വർഷത്തെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. UPSC നോക്കുകുത്തി 195,000 കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനം വിറ്റപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പുതിയ നിയമനമില്ല. ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള റെയിൽവേ, BSNL, BPCL, LIC അടക്കം അവിടെ ഒന്നും പുതിയ നിയമനങ്ങളില്ല. സ്വകാര്യ മേഖലയിൽ ലേബർ കോഡ് അടിച്ചേൽപ്പിച്ചതിന്റെ ഭാഗമായി വലിയ പ്രതിസന്ധി നേരിടുന്നു. ആ ഗൗരവമായി തൊഴിലില്ലായ്മ ചർച്ച ചെയ്യപ്പെടുകയാണ്. വിലക്കയറ്റം അതിന്റെ എല്ലാ സീമകളും തകർത്ത് ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത കടുത്ത ബുദ്ധിമുട്ട് അനുഭവിച്ച് മുന്നോട്ട് പോകുന്നു. അഴിമതി, ഇലക്ട്രൽ ബോണ്ടിൽ വന്നു നിൽക്കുന്ന PM കെയേഴ്സ് ഫണ്ട് ഉൾപ്പെടെ ഏറ്റവും ഗൗരവത്തോടെ രാജ്യം ചർച്ച ചെയ്യുകയാണ്. വികസനമെന്ന് പുറമോടി വലിയ പരസ്യം നടത്തുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ സാധാരണക്കാർ കൂടുതൽ പട്ടിണിയിലേക്ക് വീണു പോകുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. അപ്പോൾ രാജ്യം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഗൗരവമായ കാര്യങ്ങൾ ചർച്ച ചെയ്താൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി NDAക്ക് ഉണ്ടാകും എന്നത് പൂർണ്ണമായും സത്യമാണ്. 2019 ഇത് തന്നെയായിരുന്നു സാഹചര്യം. നോട്ട് നിരോധനവും GSTയും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും തന്നെയായിരുന്നു 2019 ഫെബ്രുവരി 14 വരെ ചർച്ച ചെയ്തത്. എന്നാൽ പുൽവാമയിൽ ഉണ്ടായ ഒരു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ചർച്ചകളെയും ഒറ്റ വിഷയത്തിൽ കേന്ദ്രീകരിപ്പിക്കാൻ അന്ന് NDAക്ക് 2019 മാർച്ച് ഏപ്രിൽ മാസത്തിൽ കഴിഞ്ഞു. എന്നാൽ 2024 ജനുവരി 22 പ്രാണപ്രതിഷ്ഠ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മൊത്തം ചർച്ചയാക്കാനാണ് NDA ഉദ്ദേശിച്ചത്. എന്നാൽ അതല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം, ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് മറ്റു വിഷയങ്ങളാണ് എന്ന് വന്നതോടുകൂടി BJP വളരെയധികം അങ്കലാപ്പിലാണ്. ഞാനത് ചോദിക്കാം, ദക്ഷിണേന്ത്യയിൽ കഴിഞ്ഞ തവണ കിട്ടിയത് 29 സീറ്റാണ്. കർണാടകത്തിൽ 25 സീറ്റ് കിട്ടി, തെലങ്കാനയിൽ 4 സീറ്റ് കിട്ടി. ഈ തവണ ഏറ്റവും കടുത്ത പരീക്ഷണം BJP നേരിടുന്നത് തെലങ്കാനയിലും അതുപോലെ തന്നെ കർണാടകയിലുമാണ്. വടക്കേന്ത്യയിലേക്ക് ചെന്നാൽ 205 സീറ്റ് കിട്ടി, 245-ൽ 205 സീറ്റ് കിട്ടി. അതുപോലെ പശ്ചിമേന്ത്യയിൽ 78-ൽ 69 സീറ്റ് കിട്ടി. ഇതിൽ മഹാരാഷ്ട്ര ഏറ്റവും ശക്തമായിട്ടുള്ള മത്സരം നേരിടുന്നു. ഗുജറാത്തില് നമുക്ക് അറിയാം, രാജസ്ഥാനിലെ കാര്യങ്ങൾ അറിയാം. രാജസ്ഥാനിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്, BJPയുടെ ആഭ്യന്തര സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരം പുറത്തു വരുന്നത്. ബീഹാറിൽ ഏറ്റവും ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നു. ബീഹാറും കഴിഞ്ഞ തവണത്തെ നേട്ടം അവർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. UPയിൽ കഴിഞ്ഞ തവണ 62 സീറ്റ് കിട്ടിയതാണ്. UPയിലും ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നു. അപ്പോൾ പിന്നെ ആകെ പ്രതീക്ഷയുള്ളത് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആസാം ഉൾപ്പെടെയാണ്. ആസാമിൽ നമ്മൾ ഗൗരവത്തോടെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള അതിശക്തമായിട്ടുള്ള സമരങ്ങൾ, രാജ്യത്താകമാനം നടക്കുന്ന സമരങ്ങളിൽ ഏറ്റവും ഗൗരവമായ സമരം നടക്കുന്നത് ആസാമിൽ അടക്കമാണ്. അവിടെയും നേട്ടമുണ്ടാക്കാൻ കഴിയില്ല. ഡൽഹി, അതുപോലെ ഹരിയാന, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ, അവിടെ കെജ്രിവാളിന്റെ അറസ്റ്റും മറ്റ് സാഹചര്യങ്ങളും എല്ലാം ഉണ്ട്. BJP കനത്ത തിരിച്ചടി നേരിടാൻ പോവുകയാണ്. അതുകൊണ്ട് 350 സീറ്റ് 400 സീറ്റ് എന്നൊക്കെ
വലിയ തരത്തിൽ ഗീർവാണം വിടുന്നുണ്ടെങ്കിലും BJP അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടാൻ പോവുകയാണെന്നുള്ള ബോധ്യം BJPക്ക് വന്നു എന്നതുകൊണ്ടാണ് ആഭ്യന്തര സർവേകൾ അടക്കം അവർ നടത്തി എവിടേക്കാണ് പ്രശ്നം ആഭ്യന്തര സർവേയുടെ കാര്യം അവർ സമ്മതിക്കുന്നില്ല. താങ്കൾ ഇപ്പോൾ ഉദ്ധരിക്കുന്ന CSDS ലോക്നീതി സർവേയിൽ ആത്യന്തികമായി പറയുന്നത് പക്ഷേ മൂന്നാം ഊഴം മോദിക്ക് എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞ ഘടകങ്ങളുണ്ട്, പ്രധാനമായിട്ടും അത് ഉണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അതേസമയം ആത്യന്തികമായും മൂന്നാം ഊഴം മോദിക്ക് കിട്ടുമെന്ന് കൂടി പറയുകയാണല്ലോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.